നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ എന്തൊന്നും മിണ്ടാത്ത? ഒരു ഹായ് പറഞ്ഞു കഴിഞ്ഞു പിന്നെ വാ തുറന്നതേ ഇല്ലല്ലോ. പ്രപ്പോസൽ എന്ന് കേട്ടപ്പോ പാവം ശിവാനിയുടെ കിളി പോയി കാണും. ആ പെട്ടെന്ന് കേട്ടപ്പോ ഷോക്കായി പോയി. നോ ഐ ആം ഓക്കെ. ഗൗതം, ഇവര് രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ. നമുക്ക് അപ്പുറത്തേക്ക് മാറിയിരുന്നാലോ? ഏയ് അതൊന്നും വേണ്ട. എനിക്കങ്ങനെ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല. പക്ഷേ എനിക്ക് സംസാരിക്കാനുണ്ട്. വാ നിധി. ഏട്ടനും ചേച്ചിയും മാറി. അവരെ തനിച്ചു വിട്ടാൽ ശരിയാവുമെന്ന് എനിക്ക് പേടിയുണ്ട്. നമ്മൾ ഒന്നിക്കാതിരിക്കാൻ ശിവാനി ശരണിനെ ഓടിച്ചുവിടുവോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ശിവാനി ഒന്നാന്തരം ഒരു ഓപ്പർച്യൂണിറ്റി സീക്കറാ. ശരൺ പുളിങ്കൊമ്പാണെന്ന് തോന്നിയാ അവള് ചാടിപ്പിടിക്കും. പുളിങ്കൊമ്പാണെന്ന് തോന്നുവോ? തോന്നാതിരിക്കാൻ എന്താ? വെൽത്തി ഫാമിലിയാണ് അയാളുടേത്. പോരാത്തതിന് നല്ല സാലറി കിട്ടുന്ന ജോലിയും മോഡേൺ ചിന്താഗതി. ശിവാനി ലൈം ലൈറ്റിൽ ഒരു കരിയർ ആഗ്രഹിച്ചാൽ അതുപോലും ശരണും ഫാമിലി എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലും മികച്ച പ്രപ്പോസൽ തനിക്ക് കിട്ടില്ലെന്ന് ശിവാനി തിരിച്ചറിയും. ഗൗതം കണ്ടു. എന്തായാലും അവര് തമ്മിൽ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് വള്ളി പുള്ളി വിടാതെ നമ്മൾ അറിയും. അതെങ്ങനെ? അവർക്ക് പിന്നിൽ 4 ക്യാമറ കണ്ണുകളുണ്ട്. ക്യാമറയോ? ഈ റെസ്റ്റോറന്റിലോ? എടി മണ്ടി, നമുക്ക് വേണ്ടപ്പെട്ട 2 പേര് 4 കണ്ണുകളുമായി അവരെ വാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതാരാ? പാറുവും യാമിനിയും. 2 പേരും മുഖം ഷാളും സാരിയൊക്കെ ഇട്ട് മറച്ച് അവരുടെ പിന്നിലുള്ള ടേബിളിൽ വന്നിരിപ്പുണ്ട്. അവരുടെ സംസാരം മുഴുവൻ അങ്ങനെ നമുക്കറിയാൻ പറ്റും. അമ്മയും യാമിനി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് ശിവാനിയും കൂട്ടി പുറത്തു പോകുന്ന കണ്ടപ്പോ അവര് വല്ലതും തെറ്റിദ്ധരിച്ചു കാണും. ഇതിന് ചരട് വലിച്ചത് നീയാണെന്ന് അവർക്കറിയില്ലല്ലോ. ഞാൻ ശിവാനിയുടെ കെണിയിൽ പെടുവെന്ന് പേടിച്ചാവും പാറും യാമിനിയും പിന്നാലെ വന്നത്. അതേതായാലും നന്നായി. ശിവാനിയെ നിരീക്ഷിക്കാൻ ഇപ്പൊ ആളായല്ലോ. അങ്ങനെ ആ 2 ടേബിളും ബിസിയായി. ഇനി നമുക്ക് ബിസി ആവണ്ടേ? ഇതെല്ലാം നിയന്ത്രിച്ച് നമ്മളും ബിസിയല്ലേ? അതല്ല, നമുക്ക് നമ്മുടേതായ വിധം ബിസി ആവണ്ടെന്നാ ഞാൻ ചോദിച്ചത്. ഓക്കെ, നമുക്ക് ബിസി ആവാം. 2 ഐസ്ക്രീം പറ. കഴിക്കുന്ന കാര്യമൊന്നുമല്ല, ഈ റൊമാൻസ് ചെയ്ത് ബിസി ആവുമെന്നാണ് ഞാൻ പറഞ്ഞത്. എങ്കിലേ ഐസ്ക്രീം 1 മതി. ഒരൊറ്റ ഐസ്ക്രീം ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് റൊമാൻസ് തുടങ്ങാം. ഡബിൾ ഓക്കെ. വെയിറ്റർ ബ്രോ, പ്ലീസ് കം. പതുക്കെ, എല്ലാവരും ശ്രദ്ധിക്കും. ശ്രദ്ധിക്കട്ടെ, നമ്മൾ ഒളിച്ചോടി വന്നൊന്നും അല്ലല്ലോ, പിന്നെന്താ? ഞാൻ എന്നെക്കുറിച്ചും എന്റെ കുടുംബത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ശിവാനി സ്വന്തം കാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിങ്ങനെ സ്ട്രേഞ്ചേഴ്സിനോട് എന്നെ കുറിച്ചൊന്നും പറയാറില്ല ശരൺ. എല്ലാം തുറന്ന് സംസാരിച്ച് സ്ട്രേഞ്ചേഴ്സ് അല്ലാതാവാനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ശിവാനിയെ കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇവൻ ഉടുമ്പ് പിടിച്ച പോലെ പിടിക്കുകയാണല്ലോ. എന്തെങ്കിലും പറഞ്ഞ് ഇവനെ ഓടിച്ചു വിട്ടേ പറ്റൂ. ഞാനൊരു അൾട്രാ മോഡേൺ പെൺകുട്ടിയാ. വെരി ഗുഡ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനാ എനിക്കും താല്പര്യം. ആക്ച്വലി ഞാനൊരു മോഡലാ. ഒരുപാട് പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സോറി, ഞാനൊന്നും കണ്ടിട്ടില്ല. ഞാൻ മുംബൈയിലായിരുന്നു ഉണ്ടാവും ചിലപ്പോ കാണാതിരുന്നത്. ആയിരിക്കും. ഒരു ആക്ട്രസ് ആവാനാണ് എന്റെ ആഗ്രഹം. അടിപൊളി. ശിവാനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യും. എന്റെ ഒരു ഫ്രണ്ട് സീരിയൽ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഞാൻ അവനോട് പറഞ്ഞ് ശിവാനി സീരിയലിലെ നായികയാക്കാം. പിന്നെ സീരിയലാവുമ്പോ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരിക്കുമല്ലോ. സീരിയലിൽ ഞാൻ അഭിനയിക്കാനോ? അതായിരുന്നു ലക്ഷ്യമെങ്കിൽ എനിക്കിതിനകം 15 സീരിയലുകളെങ്കിലും മിനിമം അഭിനയിക്കായിരുന്നു. സിനിമ എന്റെ ലക്ഷ്യം. ബോളിവുഡും ഹോളിവുഡും ഒക്കെ എനിക്ക് കീഴടക്കണം. വൗ, സൂപ്പർ. ഇത്രയും ലക്ഷ്യബോധമുള്ള കുട്ടികള്
ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ അപൂർവമാണ്. ശിവാനിയുടെ സ്വപ്നങ്ങൾ ഇനി മുതൽ എന്റേതുമായിരിക്കും. ആ, എനിക്ക് ഗ്ലാമർ വേഷങ്ങളെ അഭിനയിക്കാൻ മടിയുന്നില്ല. ഹീറോയായിട്ട് ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നൊരു ഹീറോയിൻ ആയിരിക്കും ഞാൻ. അങ്ങനെയാണല്ലോ വേണ്ടത്. സ്ക്രീനിൽ കാണുന്നതെല്ലാം ആക്ടിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നവനാ ഞാൻ. കഥാപാത്രത്തിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യണം. ശിവാനി കല്യാണാലോചന മുടക്കാൻ ശ്രമിക്കുക. ഞാൻ വളരെ ഓപ്പൺ മൈൻഡഡാ. ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പാർട്ട്ണർക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടാവുന്നതിനെ കുറിച്ച് ശരൺ എന്താ അഭിപ്രായം? നീ ചെയ്യൂ പൊത്തു 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 പൊത്തു. പിന്നെ ഇതൊന്നും അറിയാതെ ഇല്ല കുഞ്ഞൊന്നല്ല ഞാൻ. പറയൂ ശരൺ, എന്താ അഭിപ്രായം? കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും പരസ്പരം വിശ്വസ്തരാവണം. അതാ എന്റെ സ്റ്റാൻഡ്. എന്റെ സ്റ്റാൻഡും അത് തന്നെയാ. എങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ മനുഷ്യരെ തെറ്റിലേക്ക് നയിച്ച കുറ്റം പറയാൻ പറ്റുമോ? പിന്നെ ഗൗതവുമായി മുൻപെന്റെ വിവാഹം നിശ്ചയിച്ചതാ. എന്റെ ദൈവമേ. പക്ഷേ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഞാനൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോയി. അയ്യോ. 2 ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ അവന്റെ തലക്കടിച്ച് വീഴ്ത്തിട്ട് തിരിച്ചു പോന്നു. ആ കേസ് ഇപ്പോഴും നടക്കാണ് കേട്ടോ. ഇവള് മനഃപൂർവ്വം സ്വയം മോശക്കാരിയാവോ? ഇവളുടെ ലക്ഷ്യം ഏട്ടൻ തന്നെയാ. കേസ് കാരണം നാട്ടിൽ നിൽക്കാൻ പറ്റാതായപ്പോഴാ ഗൗതം എന്നെ ഈശ്വരമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോഴാ ഗൗതമിന് എന്നെ മറക്കാനാവില്ലെന്ന് എനിക്ക് ബോധ്യമായത്. ഗൗതം സാർ തന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് അല്ലേ? സോ വാട്ട്? നാട്ടുകാര് പലതും പറയുന്നുണ്ടെങ്കിലും ഞാനതൊന്നും കാര്യാക്കാറില്ല. നാട്ടുകാരെന്താ പറയുന്നത്? അവര് പലതും പറയും. Who cares? എന്നാലും എന്താ പറയുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അവര് പറയുന്നത് ഞാനും നിധിയും ഗൗതമിന്റെ 2 ഭാര്യമാരാണെന്നാ. ആവശ്യം വേണ്ട, ആവശ്യം വേണ്ട. നമുക്ക് പ്രതികരിക്കാൻ അവസരം വരും. ശരൺ എന്താ ഒന്നും പറയാത്തെ? എന്നാ ഒരു ജ്യൂസ് കൂടി പറയട്ടെ. വേണ്ട. നമ്മുടെ പേരുകളിൽ പോലും എന്തൊരു ചേർച്ചയാണ്. ശരൺ ഷായിൽ തുടങ്ങുന്നു, ശിവാനി ഷീ തുടങ്ങുന്നു. നമുക്കൊരു മകനുണ്ടായ അവന് ശശിന്ന് പേരിടല്ലേ? അവളുടെ അല്ല, ശരണൊന്നും പറഞ്ഞില്ലല്ലോ എന്നെ ഇഷ്ടായില്ലെന്നുണ്ടോ? സോറി ശിവാനി, നമുക്ക് ഈ പ്രപ്പോസൽ ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, അപ്പൊ നമ്മുടെ ശശി? എന്നെ കൂടുതൽ ശശിയാക്കരുത്. അയ്യോ, ഐസ്ക്രീം പെട്ടെന്ന് തീർന്നു. ഒന്നുകൂടി പറയാം. ഒരു വെറൈറ്റിക്ക് വേണ്ടി അടുത്തത് ഷേക്ക് യെസ്, ഷേക്ക് അടിപൊളിയാ. പറയാം. നിങ്ങൾ ഷേക്കാക്കിയതേ എന്നെയാണ്. ആ ശരൺ, ഇത്ര പെട്ടെന്ന് സംസാരിച്ച് തീർന്നോ? ഇരിക്കെ. ശിവാനി, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു മാഡം. സാറിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. ഇത്തരം ഒരു പെണ്ണിനെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ സാറിന് എങ്ങനെ തോന്നി? ശരൺ, അനാവശ്യം പറയരുത്. ഞാൻ എന്ത് ചെയ്തെന്നാ താങ്കളീ പറയുന്നത്? സാറ് ചെയ്തൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത് സാർ. മൈൻഡ് യുവർ വേർഡ്സ്. ആരോടാണ് സംസാരിക്കുന്നത് ബോധം വേണം. എന്തിനാ ശരൺ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശരണിന്റെ ടേസ്റ്റിനൊത്ത പെൺകുട്ടിയാണ് ശിവാനി. അതുകൊണ്ടാണ് ഞാൻ ഈ ആലോചന കൊണ്ടുവന്നത്. എന്റെ ടേസ്റ്റോ? എന്റെ ടേസ്റ്റ് എന്താണെന്ന് മാഡം കരുതിയിരിക്കുന്നത്? മോഡേൺ ആയ പെൺകുട്ടികളെ ഇഷ്ടമെന്ന് ശരൺ തന്നെയല്ലേ പറഞ്ഞത്? മുംബൈയിൽ വളർന്നതുകൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി മോഡേൺ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഈ പെൺകുട്ടി അതുക്കും മേലെയാ. ശിവാനിയുടെ അത്ര മോഡേൺ ചിന്താഗതി എനിക്കുണ്ടാവണമെങ്കിൽ ഞാൻ വല്ല പാരീസിലോ തായ്ലൻഡിലോ ഒക്കെ വളരണം. ഇതിന്റെ പേരിൽ നിങ്ങൾ എന്റെ ടീമിനെ പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല. എനിക്ക് ഈ പെൺകുട്ടിയെ വേണ്ട. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ഒരു
മാരേജ് പ്രപ്പോസൽ മുടങ്ങിയാൽ ഉടനെ സോഫ്റ്റ്വെയർ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനും മാത്രം ചീപ്പാണ് ഗൗതം ഗോപിനാഥ് എന്നാണോ കരുതിയിരിക്കുന്നത്? സോറി മാഡം, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാലും ശരി, ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് നേരെ ഒരു പ്രതികാര നടപടി ഉണ്ടാവില്ല. യു ക്യാൻ ഡു യുവർ വർക്ക് ഇഫ് യു ഡിസൈഡ് സോ. സോറി സർ, സോറി മാഡം, ഞാനിത്തിരി ഇമോഷണൽ ആയിപ്പോയി. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ശിവാനി നിങ്ങളോട് എന്താ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. പക്ഷെ അതെന്ത് തന്നെയായാലും സത്യമായിരിക്കില്ല. ഈ പ്രപ്പോസൽ ഉഴപ്പാനായിരിക്കും അവൾ ശ്രമിച്ചത്. എന്തായാലും എനിക്ക് താല്പര്യമില്ല സർ.